ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മകളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതയുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടിപൊളി കുറച്ച് ചോദ്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരാളും മിസ്സാക്കേണ്ട. അത്യാവശ്യം നല്ല ടഫായിട്ട് ചില ചോദ്യങ്ങൾ വരാറുണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ SSLC ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് കിട്ടട്ടെ. കൂടാതെ ആദ്യം തന്നെ ലൈക്ക് അടിച്ചുകൊണ്ട് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാം കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര അധികം പരിചയമില്ലാത്തൊരു ചോദ്യമായിരിക്കും ഇത്. ചോദ്യം ഇങ്ങനെയാണ്: പിന്നെ ലീപ്പ് ഇയർ പ്രോബിലിറ്റി ഓഫ് 53 ഫ്രൈഡേസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അപ്പം ഒരു ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടി അധികം ഉണ്ടാവും, അതായത് 366 ദിവസം ഉണ്ടാവും. ഒരാഴ്ചയിൽ ഒരു ഫ്രൈഡേ. അപ്പം 366 ദിവസത്തിൽ എത്ര ആഴ്ചകളുണ്ട്? സോ 5 5 35 1 16 2 7 14. സോ 2 റിമൈൻഡർ വരും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 52 വെള്ളിയാഴ്ചകൾ എല്ലാ വർഷവും ഉണ്ടാവും. അതിൻ്റെ പുറമെ ഒരു വെള്ളിയാഴ്ച ഉണ്ടാകാൻ ചാൻസ് ഏതിനാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ 2 ദിവസം, ഇത് ഏത് 2 ദിവസം ആവാം. ഈ 2 ദിവസത്തിൽ ഒരെണ്ണം വരികയാണെങ്കിൽ അതെന്താണ്? ലീപ്പ് ഇയർ ആവാം. സോ എന്താണോ റിമൈൻഡർ ഒന്ന് 2. മൊത്തം 7 ദിവസം ഉണ്ട്. ആ 7 ദിവസത്തിൽ ഏതോ ഒരു 2 ദിവസത്തിനായിരിക്കും ടോട്ടൽ സാധ്യത ഉണ്ടാവുക. സോ 2/7 ആണ് റൈറ്റ് ആൻസർ. കേട്ടോ, 2 സാധ്യതകളേ ഉള്ളൂ. 7 എണ്ണത്തിൽ 2 എണ്ണത്തിനാണ് ചാൻസ് പറയാനുള്ളത് കേട്ടോ. ലീപ്പ് ഇയറിലാണ് പറഞ്ഞത്. നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. റിമൈൻഡർ ബൈ 7 ചെയ്താൽ മതി. 2 ഡൈസുകൾ ഞാൻ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് നമ്പേഴ്സ് 1 to 6. 2 ഡൈസുകൾ, അതായത് 2 എണ്ണം ഒരുമിച്ച് എടുക്കാന്ന് പറഞ്ഞാൽ ജോഡിയാണെന്ന് മനസ്സിലാക്കുക. ജോഡിയാണെങ്കിൽ ഇൻറ്റു വരുന്നു ഓർത്ത് വെക്കുക. ആ റോൾ ടുഗദർ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഹാവ് സെയിം നമ്പർ? രണ്ടും സെയിം നമ്പർ ആണുള്ള ചാൻസ് എത്ര? അപ്പോൾ നമുക്കറിയാം, ഒരു ഡൈ എന്ന് പറഞ്ഞാൽ പകിട എന്നത് 2 3 4 5 6. ഇവിടെ 6 എണ്ണം. അപ്പോൾ മൊത്തം ജോഡികൾ ടോട്ടൽ പെയർ എന്ന് പറഞ്ഞാൽ എത്ര? 6 × 6 36 ആണ്. 36. അതിൽ 2 സെയിം ആകുന്ന എത്ര ഉണ്ട്? 1 1 2 2 3 3 4 4 5 5 6 6. സോ അങ്ങനത്തെ 6 എണ്ണേ ഉള്ളൂ. സോ 6/36 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. വെറൈറ്റിയുള്ള കുറേ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാസ് മുഴുവനും കേൾക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം പറയാൻ മറക്കരുത്. ഒരു പാത്രത്തിൽ കുറച്ച് വൈറ്റ് ബോൾ, ബോക്സ് കണ്ടെയ്ൻസ് വൈറ്റ് ബോൾസ് ആൻഡ് ബ്ലാക്ക് ബോൾസ്. വൈറ്റ് ബോൾ ഉണ്ട്, ബ്ലാക്ക് ബോൾ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾ ഈസ് 18. മൊത്തം ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം പാത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് ആൻസർ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് 18. ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ് പ്രോബിലിറ്റി ഓഫ് ബീങ് ബ്ലാക്ക് ഈസ് 1/3. ബ്ലാക്ക് 1/3 ആണ്. ബ്ലാക്ക് ആണുള്ള ചാൻസ് 1/3 ആണ്. ബ്ലാക്ക് ആണുള്ള ചാൻസ് 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലാക്ക് ഉണ്ടെന്ന് കാണാൻ ഒരു പണിയില്ല. എത്താണോ പ്രോബബിലിറ്റി അത് ഇൻറ്റു ടോട്ടൽ ചെയ്താൽ ബ്ലാക്കിൻ്റെ എണ്ണം കിട്ടും. 6. സോ 6 ബ്ലാക്ക് ആണുള്ളത്. മൊത്തം 18 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് എത്രയ്ക്കും? 12 എണ്ണം. സോ 12. ചോദിച്ച വെളുത്ത മുത്തുകളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഈസ് 12. വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അഥവാ എന്താണോ പ്രോബബിലിറ്റി അത് ഇൻറ്റു ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? ആ കണ്ട ഇതിൻ്റെ എണ്ണം കിട്ടും. സിമ്പിൾ. ഇനി ഇതാണ് 2/3 ആണെങ്കിൽ 2/3 × 18 ചെയ്താൽ എത്ര കിട്ടും? 12 ഡയറക്റ്റ് കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ബ്ലാക്ക് 1/3 ആണെങ്കിൽ വൈറ്റ് 2/3 ആണ്. സോ 2/3 × 18 ചെയ്താലും മതി. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സിമ്പിൾ. നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രം നോക്കുക. മലയാളം മീഡിയം കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അസേഷൻ ആൻഡ് റീസണിങ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ കാര്യം, സ്റ്റേറ്റ്മെന്റ് 1. ഇൻ ദ ഫിഗർ ABCDEF ഇസ് എ റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ ആണ്, അഥവാ എല്ലാ സൈഡും ഈക്വൽ ആണ്. എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദി റെഗുലർ ഹെക്സഗൺ വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്. ഈ റെഗുലർ ഹെക്സഗൺ അഥവാ സമഷഡ്ഭുജത്തിൽ ഞാൻ നോക്കാതെ ഒരു ഡോട്ട് ഇടുന്നു. ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട് ഈസ് 1/3. ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള പ്രോബിലിറ്റി 1/3 ആണെന്നാണ് പറഞ്ഞത്. സോ നമുക്കറിയാം, ഇതിനങ്ങോട്ട് ഒരേ ഷേപ്പ് ആക്കിയാൽ മതി. ഒരേ ഷേപ്പ് ആക്കാൻ 1 2 3 4 5 6. 6 എണ്ണത്തിൽ 2 എണ്ണം സെയിം ആണ്. സോ 2/6 ആണ്. 2/6 ആണ്, 1/3 ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇൻ ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി. ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിൽ കോണുകൾ 60 ഡിഗ്രിയാണ്. ഒരു സമഭുജ ത്രികോണത്തിൽ കോണുകൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. യെസ്, 60 ഡിഗ്രിയാണ്. അപ്പം അത് 60 ഡിഗ്രി ആയതുകൊണ്ട് തന്നെയാണ് ഇത് എന്തായിട്ട് മാറിയത്? ഇത് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ആക്കാൻ മാറ്റിയത്. രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. അപ്പോൾ സംഭവം സിമ്പിളാണ്, എന്നാൽ പവർഫുൾ ആണ്. അപ്പോൾ അതുപോലത്തെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 2 ഐഡിയകൾ. പിന്നെ ഇതുപോലത്തെ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ഫസ്റ്റ് പോയി വായിച്ച് നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങളുടെ എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം
നിങ്ങൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലേക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സമയം പോകാൻ സാധ്യതയുണ്ട്. എ സർക്കിൾ ഇസ് ഡ്രോൺ ഇൻസൈഡ് ദ സർക്കിൾ. സമചതുരത്തിൽ സർക്കിൾ അല്ലേ, സ്ക്വയറാ, റെക്ടാങ്കിളാ. എ സർക്കിൾ ഇസ് ഡ്രോൺ ഇൻസൈഡ് ദി സർക്കിൾ, എ ഡോട്ട് പുട്ട് ഇൻസൈഡ് ദ സ്ക്വയർ വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്, ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഡോട്ട് ബി വിത്തിൻ ദ സർക്കിൾ ഇസ് 5/4. അതായത് സമചതുരത്തിനകത്തൊരു വൃത്തം വരച്ചിരിക്കുന്നു. ഇതൊരു സ്ക്വയർ ആണ്, അതിനുള്ളിൽ എന്ത് ചെയ്യുന്നത്, സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ, കണ്ണുകൾ അടച്ചൊരു കുത്തിട്ടാൽ അത് വൃത്തത്തിലാണുള്ള സാധ്യത 5/4 ആണ്. സർക്കിളിനുള്ളിൽ വരാനുള്ള ചാൻസ് 5/4 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, സർക്കിളിൻ്റെ അകത്ത് വരാനുള്ള ചാൻസ് നമുക്കറിയാം. എന്താണോ ഒരു ഷേപ്പ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏരിയ ബൈ ഏരിയ ചെയ്യുന്നു. ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. ഓക്കെ, അപ്പം ഈ കാണുന്ന സർക്കിളിൻ്റെ ഇതൊന്നും അറിയില്ല. ഇത് 6 ആണെങ്കിൽ ഇതും 6 ഇടാം. സോ πr² ഡിവൈഡഡ് ബൈ, ഈ കാണുന്നത് 2r ആണ്. സോ ഇതും 2r ആണ്, 2r. സോ 2r ഇൻറ്റു 2r. സോ r² വെട്ടിപ്പോയി, r² വെട്ടിപ്പോയി. അപ്പോൾ πr² ബൈ 4r² എന്നാണ് കിട്ടുക. πr² ബൈ 4r². സോ r² കിട്ടിയാൽ 5/4 എന്ന് കിട്ടും. കറക്റ്റാണ്. ഓക്കെ, ഈ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ആയിരിക്കും. വ്യാസം 2 സെന്റിമീറ്റർ ആയ വൃത്തത്തിന്റെ പരപ്പളവ് 4π ചതുരശ്ര സെന്റിമീറ്റർ ആണ്. വ്യാസം 2 സെന്റിമീറ്റർ ആയിട്ടുള്ള, വ്യാസം 2 സെന്റിമീറ്റർ അഥവാ ഡയമീറ്റർ 2 ആണെങ്കിൽ, ഡയമീറ്റർ 2 ആണ്. വൃത്തത്തിന്റെ ഏരിയ 4π ആണ്. ഏരിയ 4π. ഏരിയ 4π. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണോ നോക്കാം. അപ്പോൾ ഏരിയ കൊണ്ട് എന്താ, πr² ആണ്. πr². നമുക്കറിയാം ഡയമീറ്റർ അഥവാ വ്യാസമാണ് 2. വ്യാസമാണ് 2. സോ റേഡിയസ് 1 ആണ്. സോ π ഇൻറ്റു 1² ദാറ്റ് ഈസ് π ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് ഏരിയ 4π എന്നാണ് തന്നത്, പക്ഷേ ആൻസർ എത്രയാണ്, π ആണ്. സോ പ്രസ്താവന 2 തെറ്റാണ്. പ്രസ്താവന 2ഉം ശരിയല്ല. പ്രസ്താവന 2 ശരിയാണ്, 2 തെറ്റാണ്. പ്രസ്താവന 2 ശരിയാണ്, 1 തെറ്റാണ്. 1 ശരിയാണെന്ന് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. സോ ഇതാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വൺ വേർഡിന് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ നേരെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് അടക്കാൻ പോവാണ്. എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. മക്കളെ ശ്രദ്ധിച്ചോളൂ. SSLC നമുക്ക് വാങ്ങണ്ടേ, പറ്റുന്ന അത്രയും മാർക്ക് വാങ്ങണം. ഞങ്ങൾ പറ്റുന്ന അത്രയും ക്ലാസ്സുകൾ തരും. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഏകദേശം ഒരു 3 മണിക്കാണ്. ശരിക്കും ഞാൻ ഇതിൻ്റെ സ്റ്റുഡിയോ സ്ലോട്ട് ഇട്ടത് 2 മണിക്കായിരുന്നു. പക്ഷേ 2 മണി വരെ, രാവിലെ 9 മുതൽ 2 മണി വരെ 10th CBSE-കാർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മാരത്തോൺ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടി. അങ്ങനെ വേഗം ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് നേരം കൊണ്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഞങ്ങൾ ഏത് ലെവലിലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ അതിനടുത്തുള്ള എഫേർട്ട് എടുക്കുന്നത് ഞങ്ങൾക്കറിയാം. ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരുപാട് മക്കൾ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. സാർക്കൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ. മക്കളെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഒരു പക്ഷേ ഇപ്പം ആയിരിക്കില്ല, ഇപ്പം തന്നെ കിട്ടട്ടെ. കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വരും. ഡോണ്ട് വരി. ഒരു പാത്രത്തിൽ 15 റെഡ് ബീഡ്, 15 മുത്തുകളുണ്ട്. സം ബ്ലൂ ബീഡ്, കുറച്ച് നീല മുത്തുകളുണ്ട്. ഒരു പാത്രത്തിൽ 15 റെഡ് ബീഡ്, കുറച്ച് ബ്ലൂ ബീഡ്. എത്ര തന്നിട്ടില്ല. ഇഫ് വി ടേക്ക് 1 ബീഡ് ഫ്രം ദിസ് ബോക്സ് വിത്തൗട്ട് ലുക്കിംഗ്, ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലൂ ബീഡ് ഈസ് 4/9. ബ്ലൂ കിട്ടാനുള്ള ചാൻസ് 4/9 ആണ്. P of blue equal to 4/9. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്? റെഡ് കിട്ടാനുള്ള സാധ്യത എത്ര? മക്കളെ 2 കാര്യങ്ങളേ ഉള്ളൂ എങ്കിൽ ഒരു പണിയില്ല. ഒരു സാധനത്തിന്റെ പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തിന്റെ കാണാൻ ഒരു പണിയില്ല. റെഡ് കിട്ടാൻ ടോട്ടൽ പ്രോബിലിറ്റി ഓൾവേസ് 1 ആണ്. ആകെ പ്രോബിലിറ്റി എപ്പോഴും 1 ആണ്. സോ 1 ബ്ലൂ കുറച്ചാൽ എന്ത് കിട്ടി? റെഡ് കിട്ടി. സോ 9 - 1 4, 5/9. 5/9. അപ്പോൾ റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 5/9 ആണ്. അതായത് മൊത്തം 15 റെഡ് ആണ്. 15 റെഡ്. അപ്പോൾ റെഡ് 15 ആണെങ്കിൽ നമുക്കറിയാം ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? 5/9 15 ആക്കണമെങ്കിൽ, ഇവിടെ 15 ആണ് റെഡ്. സോ ഇവിടെ 15 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15/27. അതായത് ഈ പാത്രത്തിൽ മൊത്തം 27 പന്തുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഐഡിയ. സിമ്പിൾ അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൽ നമ്പർ ഓഫ് ഫേവറബിൾ ബൈ ടോട്ടലാണ്. പക്ഷേ നമ്പേഴ്സ് പ്രോബിലിറ്റി എഴുതുമ്പോൾ ചെറിയ നമ്പർ വരെ എഴുതാം. ഇപ്പോൾ 10/20 എന്ന് എഴുതുന്നതും 1/2 എന്ന് എഴുതുന്നത് സെയിം അല്ലേ പ്രോബിലിറ്റി? അപ്പോൾ ഏറ്റവും വലിയ നമ്പറിലേക്ക് മാക്സിമം ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ ഇവിടെ 15 റെഡ് ആണ്. സോ ഇത് 5/9 15 ആക്കണമെങ്കിൽ ഇൻറ്റു 3 ചെയ്താൽ മതി. ഒരു ഐഡിയ ചെയ്താൽ മതി. അപ്പോൾ ചോദ്യത്തിൽ നോക്കാം. വാട്ട് ഇസ് വോൾട്ടേജ് ഗെറ്റിംഗ് റെഡ് ബീഡ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5/9. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ബ്ലൂ ബീഡ്, എത്ര നീല മുത്തുകൾ ഉണ്ടെന്നാണ് ചോദ്യം. സോ മൊത്തം 27 ഉണ്ട്. സോ ബ്ലൂ എത്രയാണ്? 12 ആണ്. നമുക്ക് വേണമെങ്കിൽ 12/27 ചെയ്ത് നോക്കി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
സോറി 12 3 ഡിവൈഡ് ചെയ്താൽ 4, 27 3 ഡിവൈഡ് ചെയ്താൽ 9, 4/9 അല്ലേ. ഇഫ് യു ആഡ് 3 more റെഡ് ബീഡ്, ഇതിലേക്ക് 3 റെഡ് ബീഡ് കൂടിയിട്ടാണ്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ്? അങ്ങനെയാണെങ്കിൽ ബ്ലൂ ബീഡ് കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പോൾ 15 ഉള്ളത് 18 ആക്കി, അപ്പോൾ ഇത് 3 എണ്ണം കൂടും. അപ്പോൾ 15 ഉള്ളത് 18 ആക്കിയാൽ ഇവിടെ 18, ഇവിടെ മാറ്റമൊന്നുമില്ല, ഇവിടെ 30 ആവും, 27 30 ആവും. സോ ബ്ലൂ ബീഡാണ് ചോദിച്ചത്. ബ്ലൂവിന് ഒരു മാറ്റവും ഇല്ല. ബ്ലൂ എത്രയാണ്? 12, ടോട്ടൽ 30. 12/30 നിങ്ങൾക്ക് വേണേൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 × 6 12, 5 2/5 എന്ന് എഴുതാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് റെഡ് ആണ് ആഡ് ചെയ്യുന്നത്, പക്ഷേ ബ്ലൂ ആണ് ചോദിച്ചത്. അപ്പോൾ റെഡ് 3 ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും? റെഡിൽ മാത്രമല്ലേ ചേഞ്ച് ഉണ്ടാവുക, ടോട്ടലും ചേഞ്ച് ഉണ്ടാവും. ഈ പാത്രത്തിലേക്ക് 3 റെഡ് കൂടി ഇടുമ്പോൾ ടോട്ടൽ 3 കൂടൂലേ? ആ ഒരു ഐഡിയ തന്നെ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രാക്ടീസ് ചെയ്യാം. ഇതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ഇൻ എ ക്ലാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് 40. ഒരു ക്ലാസ് റൂമിൽ മൊത്തം കുട്ടികളുടെ എണ്ണം 40 ആണ്. ഒരു പാത്രത്തിലാക്കാം കുട്ടികളൊക്കെ. 1 സ്റ്റുഡൻറ് ഈസ് ടു ബി സെലക്ടഡ് ഫ്രം ദ ക്ലാസ്. ഒരു കുട്ടിയെ ഒരു ക്ലാസ് നിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ട് ജോഡി വരുന്നൊന്നുമില്ല. 2 കുട്ടികളെ, ഓരോ കുട്ടികളെ 2 ക്ലാസ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ജോഡി വരും. ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം ദി ക്ലാസ് ഈസ് 3/8. ബോയിനെ കിട്ടാൻ പറയാം, ക്ലാസ്സിൽ ബോയും ഗേൾസും ആണുള്ളത്. ബോയിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3/8 ആണ്. ഒന്നാമത് ചോദിച്ചാൽ ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ ദ ക്ലാസ്. നമുക്കറിയാം അടിയിലെപ്പോഴും നമ്മൾ ടോട്ടലാണ് എഴുതാറുള്ളത്, പക്ഷേ ടോട്ടൽ 40 ആണ് അറിയാം. ഇവിടെ കിട്ടിയ പ്രോബബിലിറ്റി 3/8 ആണ്. സോ ഈ കാണുന്ന നാമ്പറാക്കാൻ 40 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 8 × 5 ചെയ്താൽ മതി. അഥവാ 40/8 ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും 5. അപ്പോൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 15/40 എന്ന് കിട്ടും. സോ മൊത്തം ബോയ്സിൻ്റെ എണ്ണം 15. ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ്? 40 15 കുറച്ചാൽ 25. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മോർ ബോയ്സ് ഷുഡ് ബി ജോയിൻ ടു ദി ക്ലാസസ് സോ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബോയ് ഈസ് 1/2. അതായത് ഈ ക്ലാസ് റൂമിലേക്ക് എത്ര ആൺകുട്ടികളെ കൂടി ഇട്ടാലാണ് ബോയ്സിന്റെ എണ്ണം 1/2 ആവുക? ബോയ്സിന്റെ എണ്ണം എടുക്കുന്നത് 1/2 ആണെന്നാണ് ക്വസ്റ്റ്യൻ. ശരിക്കും ഇത് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് സാധാരണ മെത്തേഡ്, നമുക്ക് എന്ത് ചെയ്യാം, നോർമലായിട്ട് വേണമെങ്കിൽ ചെയ്തു പോവാം. നമുക്കറിയാം ഇപ്പം നിലവിൽ ബോയ്സിന്റെ എണ്ണം 15/40 ആണ്. ഓരോ കുട്ടിനെ ആഡ് ചെയ്യുന്ന സമയത്ത് 50 + 1 16/41, 17/42, 18/43. ഇതൊന്നും 1/2 അല്ല. 19/44. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ എത്ര കിട്ടും? 25/50 എന്ന് കിട്ടും. 25/50. അപ്പോൾ 15 25 ആവാൻ 10 എണ്ണം. ഇത് 10 എണ്ണങ്ങൾ എഴുതി നോക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതി നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിലവിൽ ബോയ്സിൻ്റെ എണ്ണം 15/40 ആണ്. ഇതിലേക്ക് എത്ര ബോയ്സിനും കൂടി ആഡ് ചെയ്യണം? നമ്മൾ എത്ര ബോയ്സിനെ ആഡ് ചെയ്യുന്നോ അത്രയും എണ്ണവും കൂടും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/2 കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 1/2 കിട്ടണമെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2 × 15 + x = 1 × 40 + x. ഓക്കെ. സോ 2 × 50 എന്നാൽ 30 + 2x = 1 × 40 എന്നാൽ 40 + x. എക്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. 2x എന്ന് ഒരു x കുറച്ചാൽ x ആണ്. 30 അങ്ങോട്ട് ഉണ്ടായാൽ 40 - 30 10. അപ്പോൾ 10 ബോയ്സിനെയും കൂടി ആഡ് ചെയ്യണം. 10 ബോയ്സിനെ കഴിഞ്ഞാൽ 25 10 25/50 എന്ന് കിട്ടും. ഇത് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതേ മോഡൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പർ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ ഇത് ടോട്ടൽ പ്രോബിലിറ്റി ഇത് എന്താ കറക്റ്റ് നമ്പർ ഉള്ളത് എടുക്കാം. സോ നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് അടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. 2 ബോക്സുകൾ ഉണ്ട്. അത് 2ലും 1 മുതൽ 10 വരെയുള്ള നമ്പർ ഉണ്ട്. 2 പാത്രത്തിൽ നിന്നും ഓരോ ലോട്ട് എടുക്കുകയാണ്. 2 പാത്രത്തിൽ നിന്ന് ഓരോന്ന് എടുക്കുകയാണ്. ഒന്നും നോക്കണ്ട, ജോഡിയാണ്, പെയറാണ്. പെയറല്ല, പെയർ ഇട്ടോ. പെയറാണെങ്കിൽ ഇൻറ്റു ആണ്. വിത്തൗട്ട് ലുക്കിംഗ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഓൺ ദി ബോത്ത് സ്ലിപ്സ് ബീങ് എ പ്രൈം നമ്പർ? 2 പാത്രം വെക്കുന്ന നമ്പർ പ്രൈം നമ്പർ ആണുള്ള സാധ്യത. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾ ഇവിടെയുണ്ട്. 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾ ഇവിടെയുണ്ട്. അപ്പോൾ മൊത്തം ടോട്ടൽ സ്ലിപ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ജോഡിയാണ്. 10 × 10 100 ആയിരിക്കും. അപ്പോൾ മൊത്തം 100 എണ്ണം ഉണ്ട്. അതിൽ 2ഉം എന്താവണം? പ്രൈം നമ്പർ ആവണം, അഥവാ അഭാജ്യ സംഖ്യ ആവണം. അപ്പോൾ നമുക്ക് ഗുണിച്ചാൽ എന്ത് കിട്ടണം? 2ലും അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത. 2ലും അഭാജ്യ സംഖ്യ. അപ്പോൾ 1 അഭാജ്യ സംഖ്യ അല്ല, 15 നോക്കണ്ട. 2 3 5 7. അപ്പോൾ ഫസ്റ്റ് സൈഡിൽ എത്ര പ്രൈം നമ്പറേ ഉള്ളൂ? 2 3 5 7. രണ്ടാമത്തെ സൈഡിൽ എത്ര ഉള്ളൂ? 2 3 5 7. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്? 4 × 4. ഇവിടെ 4 എണ്ണം, അവിടെ 4 എണ്ണം. 4 × 4 16. സോ ചാൻസ് ഈസ് 16/100. എന്നാൽ ഇതേ ചോദ്യം നിന്ന് എന്താകുമെന്ന് അറിയോ?
ഇതിന്റെ ഗുണനഫലം അഥവാ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താവണം? പ്രൈം നമ്പർ ആവണം. മൾട്ടിപ്ലിക്കേഷൻ പ്രൈം നമ്പർ ആകുമ്പോൾ എന്താവും? 1 × 2, 1 × 3, 1 × 5, 1 × 7, 1 തന്നെ 4 കിട്ടും. ഇനി അടുത്ത 2ലേക്ക് പോകുമ്പോൾ 2 × 1, അതായത് ഇതിന്റെ ഗുണനം പ്രൊഡക്റ്റ് ഗുണനം പ്രൊഡക്റ്റ് ഓഫ് സ്ലിപ്സ്. അങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യണ്ടേ? 1 1 2 എന്ന് പറഞ്ഞ ജോഡി 1 × 2 2 ആണ്, 1 3 ഇതിങ്ങനെ ഓരോന്ന് എഴുതി വെക്കണം. പ്രൈം നമ്പർ ആകുമ്പോൾ കുറച്ച് റിസ്ക് ആണ്, എഴുതി വെക്കാം. 1 5 1 7. 2 ആണെങ്കിൽ 2 1 2 2 പറ്റില്ല, 2 3 2 4 ഒന്നും പറ്റില്ല, 2ന്റെ ഒരു മൾട്ടിപ്പിളും പറ്റില്ല. പിന്നെ ഓഡ് നമ്പറിലേക്ക് തന്നെ പോകണം. 3 1 3 2 പറ്റില്ല, 3 3 പറ്റില്ല, 3 4 പറ്റില്ല, 3 5 6 ഒന്നും പറ്റില്ല. പിന്നെ ഏതാളെ ഇതന്നെ വേണേൽ തിരിച്ചു വരും കേട്ടോ. 1 2 3 1 ഇങ്ങനെ. അപ്പം അങ്ങനെ എത്തുന്നുണ്ട്. നിങ്ങൾ എണ്ണിയൊക്കെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 15 തോന്നുന്നു. 15/100 എത്ര വെച്ചാൽ അത് എഴുതാം. ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ലൈവിലോ ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബാഗിൽ 5 ചുവന്ന പന്തുകളുണ്ട്. ആൻഡ് സം ബ്ലൂ ബോൾസ് ഉണ്ട്. 5 ചുവന്നത് കുറച്ച് ബ്ലൂ ബോളും. 5 ചുവന്നത് കുറച്ച് ബ്ലൂ ബോൾ. 1 ball is taken from each bag without looking. The probability of getting a bag and 5 red and some blue balls. 1 ball is taken from each bag. ഒരു ബാഗിൽ 5 ചുവന്ന പന്തുകളും കുറച്ച് നീല പന്തുകളും ഉണ്ട്. ബാഗിൽ നിന്ന് നോക്കാതെ ഒരു പന്ത് എടുത്താൽ അത് നീലയാകാനുള്ള സാധ്യത ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യതയുടെ 3 മടങ്ങാണ്. ശ്രദ്ധിച്ചോളൂ. The probability of getting a blue ball is 3 times. Probability of getting a blue ball is 3 times the probability of getting a red ball. ഒരു പാത്രത്തിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? 5 റെഡ് ബോൾ ഉണ്ട്. If the total number of blue ball is x, total number of blue ball x ആണെങ്കിൽ find the total number of balls. ആകെ ബോളുകളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നല്ലൊരു ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു പാത്രത്തിൽ 5 ചുവന്ന പന്തുകളും കുറച്ച് നീല പന്തുകളും ഉണ്ട്. ബാഗിൽ നിന്ന് നോക്കാതെ ഒരു പന്ത് എടുത്താൽ അത് നീലാകാനുള്ള സാധ്യത ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യതയുടെ 3 മടങ്ങാണ്. റെഡിന്റെ 3 മടങ്ങ്. അപ്പൊ നമുക്കറിയാം മൊത്തം 5 എണ്ണം ഉണ്ട്. സോ പ്രോബിലിറ്റി ഓഫ് ബ്ലൂ ഈസ് റെഡ് ഈസ് 5/x. Probability of blue is 1 minus 5/x. That is equal to x minus 5/x. അപ്പോൾ രണ്ടും എന്തായിട്ട് മാറി? രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി മാറി രണ്ടും. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ആകെ പന്തുകളുടെ എണ്ണം x ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റെഡ് കിട്ടാനുള്ള സാധ്യത 5 ആണെന്ന് സാധ്യത അല്ല എണ്ണം 5 റെഡ് ആണുള്ളത് തന്നിട്ടുണ്ട്. സോ റെഡ് കിട്ടാനുള്ള സാധ്യത 5/x ആണ്. റെഡ് കിട്ടാനുള്ള ചാൻസ് 5/x. അപ്പോൾ ബ്ലൂ കണ്ടുപിടിക്കാൻ ഒരു പണിയുമില്ല. ടോട്ടൽ 1 ആണ്. 1 5/x കുറച്ചാൽ മതി. നേരത്തെ പറഞ്ഞു തന്നു. സോ x minus 5 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ x minus 5/x എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? ഈ കാണുന്ന റിലേഷൻ തന്നിട്ടുണ്ട്. ബ്ലൂ എന്ന് പറയുന്നത് x minus 5/x ആണ്. x minus 5/x ഈക്വൽ ടു റെഡ് എന്ന് പറഞ്ഞാൽ റെഡിന്റെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 3 × റെഡ് ചെയ്താൽ മതി. 3 × റെഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 5/x. റെഡ് എന്ന് പറഞ്ഞാൽ 5/x. അപ്പോൾ x കണ്ടുപിടിക്കാം. സോ എന്ത് കിട്ടുന്നു? x minus 5 divided by x is equal to 3 × 5 15/x എന്ന് കിട്ടും. 15/x. രണ്ട് ഭാഗത്ത് x ഉണ്ട്. ഈക്വൽട്ടിനെ ഇങ്ങോട്ട് ഈ കാണുന്ന ബൈ എക്സിനെ കൊണ്ടാൽ ഇൻറ്റു എക്സ് ആവും. സോ അതിന് എന്ത് കിട്ടി? x minus 5 equal to 15. സോ x equal to 15 plus 5 20 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ പന്തുകളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. 20. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ? റെഡ് ബോളോ പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. സോ 5/20. 5/20 equal to 1/4. റെഡ് കിട്ടാനുള്ള സാധ്യത 1/4. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ? ബ്ലൂ കിട്ടാനുള്ള സാധ്യത മൊത്തം 20 5 ആണ്. 15/20 കണ്ടോ? അപ്പം ഈ കാണുന്നതിന് എന്ത് കിട്ടി? ഇതിന്റെ 3 മടങ്ങല്ലേ? 1/4ന്റെ 3 മടങ്ങാണ് 3/4. കറക്റ്റ് ആണ്. അപ്പം അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 20. ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു A+ ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ക്വസ്റ്റ്യനും കൂടി എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അല്ല കിടിലൻ 2 ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒന്ന് റീഡ് ചെയ്യുക. In the figure, PQRS are the line joining the midpoints of the sides of square ABCD. ഇതൊരു സ്ക്വയർ ആണ്. ABCD എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റിൽ 2 അർദ്ധവൃത്തങ്ങളുണ്ട്, അഥവാ സെമി സർക്കിൾസ് ഉണ്ട്.
Line joining the pinpoints of the two semicircles are drawn with PM and QM as diameter. PM QM diameter ആയിക്കൊണ്ട്. A dot is marked inside a square without looking it. ഈ കാണുന്ന ഷെയ്ഡ് ചെയ്ത റെക്ടാങ്കിൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്താൽ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ലൈസ് ഓൺ ദി ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വെക്കാനുള്ള ചാൻസ് എത്ര? മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് രീതിയിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ള ഏരിയ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഒന്നെങ്കിൽ അതിനെ ഒരേ ഷേപ്പ് ആക്കാൻ ശ്രമിക്കുക, ഈ ഷെയ്ഡ് ചെയ്ത രീതിയിൽ തന്നെ എല്ലാത്തിനെയും ആക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ കാണാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച ഒറ്റ സർക്കിളായിട്ട് മാറും. സോ ഇതിൻ്റെ പ്രോബിലിറ്റി പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ ആണ്. അഥവാ വൃത്തത്തിൻ്റെ പരപ്പളവ് ഡിവൈഡ് ബൈ സമചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ വൃത്തത്തിൻ്റെ പരപ്പളവ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ റേഡിയസ് കിട്ടണം. ഈ കാണുന്ന ലെങ്ത് എത്രയാണെന്ന് അറിയില്ല, ഇതിന് ഞാൻ 6 എന്ന് കിട്ടും. ഇതും 6 ആണ്, ഇതും 6 ആണ്, ഇതും 6 ആണ്. സോ ടോട്ടൽ എത്ര കിട്ടി? R + R 2R, 2R + 2R 4R. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എത്രയാണെന്ന് കിട്ടി? 4R ആണെന്ന് കിട്ടി. അപ്പോൾ ആൻസറായി ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ πr². റേഡിയസ് 6 ആയിട്ടാണ് എടുത്തത്, ജനറൽ ആയിട്ടായതുകൊണ്ട് 6 എന്ന് എടുത്തു. നമ്പർ തന്നാൽ നമ്പർ എടുത്താൽ മതി. ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? 4R × 4R. 4R × 4R. സോ πr² ഡിവൈഡ് ബൈ 4R × 4R എന്നാൽ 4 × 4 16, 16R². So we can cancel R² and R². So π/16 is the right answer. π/16. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു A+ ക്വസ്റ്റ്യൻ ആണ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഫീൽ ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മക്കളെ ശ്രദ്ധിച്ചോളൂ. മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കാം. One is asked to say a natural numbers from 5 to 30. 5 മുതൽ 30 വരെയുള്ള നമ്പറാണ്. 5 മുതൽ എന്നാണ് പറഞ്ഞത്. വാട്ട്സ് ദ പ്രോബിലിറ്റി ഇറ്റ് ബീങ് ആൻ ഈവൻ നമ്പർ. 5 മുതൽ 30 വരെ നമുക്കറിയാം 5, 6, 7 ഇത്രയും നമ്പറുകളുണ്ട്. പക്ഷേ ഇത് വേറൊരു PDF നോക്കുമ്പോൾ 6 മുതലാണ് ആൻസർ കീ കൊടുത്തത്. പക്ഷേ അത് തെറ്റാണ്, ഞാൻ അന്വേഷിച്ചു. 5 മുതൽ 30 വരെ എന്ന് പറയുമ്പോൾ 5 കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 5 മുതൽ 30 വരെ മൊത്തം എത്ര നമ്പർ ഉണ്ടടാ? കൺഫ്യൂഷൻ ആയില്ലേ? 5 മുതൽ 30, 1 മുതൽ 30 വരെ എത്ര ഉണ്ട് നമുക്കറിയാം? 30 ഉണ്ട് അറിയാം. അപ്പോൾ 5 മുതൽ എന്ന് പറയുമ്പോൾ ബൈക്കത്തെ 4 എണ്ണം ഒഴിവാക്കിയാൽ മതി. സോ മൊത്തം നമ്പറുകൾ 26 എണ്ണമാണ്. ആ 26 എണ്ണത്തിൽ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഇറ്റ് ബീങ് ആൻ ഈവൻ നമ്പർ? 26 എണ്ണത്തിൽ ഇരട്ട സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? നമുക്കറിയാം 1 മുതൽ 30 വരെ മൊത്തം ഈവൻ നമ്പർ 15ഉം 15ഉം ആണ്. 1 മുതൽ 4 വരെ ഈവൻ നമ്പർ 2ഉം 2ഉം ആണ്. അപ്പോൾ 15 2 പോയാൽ എത്ര കിട്ടും? 13. അതായത് ഇതിൻ്റെ നേരെ പകുതി. സോ 13/26 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പ്രൈം നമ്പർ? അഭാജ്യ സംഖ്യയുള്ള സാധ്യത. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ 5 മുതൽ 30 വരെയുള്ള പ്രൈം നമ്പറുകൾ നിങ്ങൾക്ക് അറിയണം. സോ 5 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. 6 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ? അല്ല. 5, 7, 9 പറ്റുമോ? ഇല്ല. 11, 13, 15 പറ്റുമോ? ഇല്ല. 17, 19, 21 പറ്റുമോ? ഇല്ല. 23 പറ്റുമോ? ഉണ്ട്. 25 പറ്റുമോ? ഇല്ല. 27 പറ്റുമോ? ഇല്ല. 29. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 എണ്ണേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 8/30. 8/26. 8/26. 8/26. That is equal to 4/13 is the right answer. So yes. ഞാൻ നേരെ അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കുന്നു. എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടോ. എല്ലാ മക്കളും ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഈ കാണുന്ന ചോദ്യം ഇല്ലാത്ത ചോദ്യപേപ്പർ ഇല്ല. എല്ലാവരും ശ്രദ്ധിച്ചോ. There are 20 boys and 25 girls in a class 10A and 30 boys and 20 girls in class 10B. എന്താ പറഞ്ഞത്? 20 ബോയ്സും 25 ഗേൾസും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ചോദ്യപേപ്പർ കുറവാണ്. ഒരു ക്ലാസ് റൂമിനകത്ത് 20 ബോയ്സ് ഉണ്ട് ആൻഡ് 25 ഗേൾസ് ഉണ്ട്. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമുണ്ട്, അതുകൊണ്ട് കേട്ടിരിക്കാം. 10Aയിലാണ് 10A. 10Bയിലോ? 10Bയിൽ 30 ബോയ്സും 20 ഗേൾസും. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 1 student is selected from each class. 2 ക്ലാസ്സുകളിൽ നിന്നുമായിട്ട് ഓരോ കുട്ടിയെ, അതിനർത്ഥം 2 ക്ലാസ്സിൽ നിന്ന് ഓരോന്ന് ടോട്ടൽ പെയറാണ്, ജോഡിയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ? ആകെ ജോഡികളുടെ എണ്ണം എത്ര? ഇത് ചിലപ്പോൾ പരീക്ഷ ചോദിക്കും, ചോദിച്ചാലും ഇല്ലെങ്കിലും അത് കണ്ടുപിടിക്കണം. കാരണം പ്രോബിലിറ്റി എഴുതുമ്പോൾ ടോട്ടൽ എഴുതണം. 20, 25, 45, 30, 20, 50. 50 × 45 എത്ര? അഥവാ 450 × 5. 5 0 0 5 5 25 5 2 4 0 22 2250. സോ ടോട്ടൽ പോസിബിലിറ്റി 2250. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ്? 2 ബോയ്സ് ആവാം. അപ്പോൾ ഇവിടത്തതും ബോയ്സ് ആവാം, ഇടത്തതും ബോയ്സ് ആവാം. 20 × 30. 20 × ഇവിടത്തതും ബോയ്സ്, അവിടുത്തെ 30. 20 × 30
ബൈ എപ്പോഴും ടോട്ടൽ എഴുതണം 2250. സമം 600/2250. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം, നല്ലതാണ്, നിർബന്ധമല്ല. 60/225. 60 എത്ര 5 ഉണ്ടടാ? 12 ബൈ 225 എത്ര ഉണ്ട്? 20 20 40 45 അല്ലേ? 45 × 5 4 20 225 4 12 15 50. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. 12 3 ഡിവൈഡ് ചെയ്യാം. 4/9. പറ്റുന്ന ആൾക്കാർ ചെറുതാക്കാം, അല്ലാത്ത ആൾക്കാർ കുഴപ്പമില്ല, അങ്ങനെ നോട്ടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഇതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബീങ് എ ബോയ് ആൻഡ് 1 ബീങ് എ ഗേൾ? ഇതാണ് ആകെ ട്വിസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതും അടുത്ത ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക. ഒരു ബോയും ഒരു ഗേളും ആവണം തന്നെ. വേണമെങ്കിൽ ഇവിടുത്തത് ബോയും ഇവിടുത്തത് ഗേളും ആവാം. അപ്പോൾ ഒരു ചാൻസ് കഴിഞ്ഞ് 20 × 25. പക്ഷേ വേണമെങ്കിൽ ഇവിടുത്തെ ബോയ് ആയിക്കൂടെ? അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ഇടണം. 25 × 30 ഇടണം. 25 ഇവിടെ ഒരു പ്ലസ് ഇടുക. 25 × 30. അതാണ് ആകെ ചേഞ്ച് ചെയ്യേണ്ടത്. ബൈ ടോട്ടൽ. ഇത് എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളോട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ് ലീസ്റ്റ് 1 ബീങ് എ ഗേൾ? ഏറ്റവും ചുരുങ്ങിയത് ഒരു പെൺകുട്ടിയെങ്കിലും ആണോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു പെൺകുട്ടി. ഏറ്റവും ചുരുങ്ങിയത് ഒരു പെൺകുട്ടി. ഇതാണ് A+ ടോപ്പിക്. ഏറ്റവും ചുരുങ്ങിയത് ഒരു പെൺകുട്ടി എന്നാൽ 2 ആൺകുട്ടികളാകാൻ പാടില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് എടുക്കുന്നത് 2 ആൺകുട്ടിയാൽ അതിൽ പെൺകുട്ടി ഉണ്ടാവുമോ? അല്ല, ചുരുങ്ങിയത് ഒരു പെൺകുട്ടിയെങ്കിലും വേണം. അപ്പോൾ ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ ഏതെങ്കിലും ഒന്നിന് പെൺകുട്ടി വേണം. സോ ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും ആവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2 ആൺകുട്ടി ആവാൻ പാടില്ല, ആൺകുട്ടി വരാൻ പാടില്ല. അതാണ് അർത്ഥം. പാടില്ല. അപ്പം എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 2250 അല്ലേ? അതിന് 2 ആൺകുട്ടികൾ എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 600 കണ്ടുപിടിച്ചു. 2 ആൺകുട്ടികൾ. അപ്പോൾ എന്ത് ചെയ്യുക? 2 ആൺകുട്ടികൾ 600 എടുക്കുക. അങ്ങ് കുറച്ചാളാണ്. ടോട്ടലിന് ആൺകുട്ടികളങ്ങ് ഒഴിവാക്കുക. 2 ആൺകുട്ടികളങ്ങ് ഒഴിവാക്കുക. അപ്പോൾ എന്തായിരിക്കും? അതിൽ എന്തായാലും ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരെങ്കിലും പെൺകുട്ടി എന്നാൽ 2 ആൺകുട്ടി ഒഴിവാക്കുക. ഒരെങ്കിലും ആൺകുട്ടി എന്നാൽ 2 പെൺകുട്ടി ഒഴിവാക്കുക. അത്രേ ഉള്ളൂ അതിൻ്റെ ആൻസർ. സോ 2250 - 600 ഡിവൈഡ് ബൈ 2250. അടിയിൽ എപ്പോഴും ടോട്ടൽ എഴുതാൻ മറക്കരുത്. ടോട്ടൽ എഴുതിയില്ലെങ്കിൽ ഉത്തരം മാർക്ക് തരൂല. കാരണം പ്രോബബിലിറ്റി അഥവാ സാധാരണ എപ്പോഴും ഡിനോമിനേറ്ററിൽ ടോട്ടൽ എഴുതണം. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടാറുള്ളത്. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ഫീഡ്ബാക്കും തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. സോ ഇനി വീഡിയോകൾ ഇടുന്നതാണ്. സോ കമൻറ്റുകൾ പെരുകട്ടെ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.